നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ജനറേഷനെ നമ്മുടെ ബിസിനസ്സിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ അവർ ഏറ്റെടുക്കുന്നതിനുള്ള 5 സീക്രട്ടുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അതിൽ 4 നമ്മൾ പഠിച്ചു. ഒന്നാമത് നമ്മൾ പഠിച്ചു ബിൽഡ് എ ബിസിനസ് ദാറ്റ് റൺസ് വിത്തൗട്ട് യു, നിങ്ങളില്ലാത്തൊരു ബിസിനസ്. രണ്ടാമത് നമ്മൾ പഠിച്ചു നമുക്കൊരു ലോങ് ടേം വിഷൻ വേണം. മൂന്നാമത് നമ്മൾ പഠിച്ചു ബ്രിഡ്ജ് ജനറേഷൻ ഗ്യാപ്പ്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ടത് നമ്മൾ പഠിച്ചു നമ്മൾ നമ്മുടെ തലമുറയെ ലീഡർഷിപ്പ് അറ്റ് എവറി ലെവൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ ലാസ്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട സീക്രട്ട് ചലഞ്ച്, പുതിയ തലമുറ നമ്മുടെ ബിസിനസ് ഏറ്റെടുക്കാൻ ഉതകുന്ന മുന്നൊരുക്കുന്ന മറ്റൊന്ന്, ഐഡൻറ്റിഫൈ ദ നെക്സ്റ്റ് സക്സീഡർ. എന്താണ്? അടുത്ത ഒരു പിൻഗാമിയെ, അടുത്ത ഒരു ക്യാപ്റ്റനെ നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്തു വെക്കണം. മനസ്സിലാവുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു രാവിലെ തന്നെ തോളിൽ പിടിച്ചിട്ട് ഏറ്റെടുത്തു എന്ന് പറയാൻ കഴിയില്ല. അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം ചില രാജ്യങ്ങൾ ഇപ്പോഴുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ആളായിരിക്കും, അടുത്ത ആരായിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം, അവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മളെ കുടുംബത്തിലും ചിലപ്പോൾ 5 മക്കളുണ്ടാവും അല്ലെങ്കിൽ 4 മക്കളുണ്ടാവും. അതിൽ ആർക്കാണ് ഈ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കഴിവ്, ഇത് ഏറ്റെടുക്കാൻ കഴിവുള്ളതിൽ അവനെയും ബോധ്യപ്പെടുത്തണം, ഇവിടെയുള്ള ആളുകളും ബോധ്യപ്പെടുത്തണം ആരാണ് നെക്സ്റ്റ് സക്സീഡർ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഇനി പുറത്തുള്ള ഒരാളാണെങ്കിൽ ശരി, ഇവർക്ക് കൃത്യമായ നിർദ്ദേശവും സൂചനകളും നൽകിയിരിക്കണം. ഹൂ ഈസ് നെക്സ്റ്റ് സക്സീഡർ, നെക്സ്റ്റ് ക്യാപ്റ്റൻ. അത് മനസ്സിലാക്കി കൊടുത്താൽ അതിൻ്റെ ട്രാൻസിഷൻ, അതിൻ്റെ ഹാൻഡിങ് ഓവർ എളുപ്പമാവില്ലേ? എത്രയോ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് നോക്കും, അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ഇത് എപ്പോഴും തർക്കങ്ങളായിരിക്കും. ലീഡർഷിപ്പിനകത്ത് അതല്ലെങ്കിൽ അടുത്ത ആൾ കൊടുക്കുമ്പോൾ തർക്കങ്ങൾ തീരാറില്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോവുകയല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തേ മതിയാവൂ, അടുത്ത നെക്സ്റ്റ് സക്സീഡർ. അത് ബോധ്യപ്പെടുത്തുകയും വേണം മറ്റുള്ളവർ. നമുക്കും ബോധ്യമാവണം, അയാൾക്കും ബോധ്യമാവണം, മറ്റുള്ളവരും അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് ഇയാളാണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ, അത് ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് അത് ഹാൻഡിങ് ഓവർ സ്മൂത്തായിരിക്കും. ക്ലിയറാണോ? താങ്ക് യു.